തൃശൂരിൽ വോട്ടർ പട്ടിക വിവാദം കത്തുന്നു. MP ഓഫീസ് ആക്രമിച്ചതിൽ BJP പ്രതിഷേധം. കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വിവാദങ്ങൾക്കിടെ തൃശൂരിലെത്തിയിട്ടും പ്രതികരിക്കാതെ സുരേഷ് ഗോപി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയ നിഴലിൽ നിർത്തി പുതിയ വെളിപ്പെടുത്തൽ. ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ്. സെബാസ്റ്റിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ്, 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നൌഷാദ് ന്യൂസ് 18നോട്. ന്യൂസ് 18 ബ്രേക്കിംഗ്. സമൂഹ മാധ്യമ ഇടപെടൽ പോരെന്ന് CPM-ൽ വിമർശനം. NV നികേഷ് കുമാറിന്റെ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി. വിവാദങ്ങളിൽ പ്രതിരോധം തീർക്കാനാവുന്നില്ലെന്ന് വിലയിരുത്തൽ. നികേഷിന് പാർട്ടി നൽകുന്ന കൂടിയ അലവൻസിലും അതൃപ്തി. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച് KT ജലീൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചേക്കും. തവനൂരിൽ താൽപര്യം പ്രകടിപ്പിക്കാതെ അബ്ദുറഹ്മാൻ. മുസ്ലിം ലീഗിനെതിരെ ജലീലിനെ മുൻനിർത്തി LDF നീക്കം. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായി ജലീലും. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. സർവകലാശാല ഭരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്തിന്? VC-മാരെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനെന്നും കോടതി. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് കടുപ്പിച്ച് ചാൻസലർ. വിഭജന ഭീതി ദിനം ഓർമ്മിപ്പിച്ച് വീണ്ടും VC-മാർക്ക് കത്ത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി. വരണാധികാരിക്കെതിരായ ഹർജി കോടതി തള്ളി. നിരാശാജനകമെന്ന സാന്ദ്ര. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. തീരുവ തർക്കങ്ങൾക്കിടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക്. UN പൊതുസഭയിൽ മോദി സംസാരിക്കുക അടുത്ത മാസം. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യത.